ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു. അതായത് ഇന്നലെ രാത്രിയായിരുന്നു വാർത്ത വന്നിരുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയായിരുന്നു. അതായത് ശബരിമല കേന്ദ്രം ഏറ്റെടുക്കും എന്നുള്ളൊരു വാർത്ത. അത് പക്ഷേ അതിൽ പ്രതീക്ഷിച്ചതുപോലെ ഞാൻ അതിൻ്റെ കമൻറ്റുകളൊക്കെ നോക്കിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ചീത്ത വിളിയൊന്നും ഇല്ലായിരുന്നു. സുരേഷ് ഗോപിയെ എന്ത് പറഞ്ഞാലും ചീത്ത വിളിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. പക്ഷേ ഇതിൽ വളരെ സ്വീകാര്യമായ നിലപാടുകളായിരുന്നു, സ്വീകാര്യമായ കമൻറ്റുകളായിരുന്നു താഴെ വന്നിരുന്നത്. എല്ലാം തന്നെ അങ്ങനെ തന്നെ വേണം, അയ്യപ്പൻ്റെ ശബരിമല കേന്ദ്രം തന്നെ ഏറ്റെടുക്കണം, അല്ലാതെ ഒരിക്കലും അത് ഇടത് സർക്കാരിന് വിട്ടുകൊടുക്കരുത് എന്നുള്ള രീതിയിൽ. കാരണം വരുന്ന സർക്കാരാണെങ്കിലും നമുക്കറിയാം, വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെങ്കിലും വി ഡി സതീശൻ്റെ നിലപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് വിധിയെ സ്വാഗതം ചെയ്യുന്നു, അത് ഇങ്ങനെ നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളത് മാത്രമായിരുന്നു വി ഡി സതീശൻ്റെ നിലപാട്. അതായത് യുവതീ പ്രവേശനം അനുകൂലിക്കുന്ന ആൾ തന്നെയാണ് വി ഡി സതീശനും. അപ്പോൾ അങ്ങനെ ഒരു നിലപാടൊക്കെ നിലനിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന വരുന്നത്. മറുപടി സമ്മേളനം, ബദൽ സമ്മേളനം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ മാപ്രകൾ ഇതിനെ സമ്മേളനം, തീവ്രവാദികളുടെ സമ്മേളനം എന്നൊക്കെയാണ് വിളിച്ചത്. പക്ഷേ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിനൊന്നും യാതൊരു സംശയമില്ല. ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു, അത് ആയിരുന്നു എന്നുള്ള സംശയമൊന്നും ആർക്കും ഇല്ലായിരുന്നു. എന്നാലും അതിൽ NSSൻ്റെയും SNDPയുടെയും പങ്കാളിത്തം ഉണ്ടായില്ല എന്നുള്ള ഒരു വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. അതായത് സുകുമാരൻ നായരുടെയും സംഗീത് കുമാറിൻ്റെയും പിന്നെ ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ ഒന്നും സാന്നിധ്യം ഉണ്ടായില്ല. അത് അവർ വിട്ടു നിൽക്കുകയാണ്, അവർ ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നൊക്കെ ഇടതുപക്ഷം പറയുന്നത്. അതിനോടൊപ്പം തന്നെ സുകുമാരൻ നായരുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു, ഇടതുപക്ഷം കഴിഞ്ഞ 5 വർഷമായിട്ട് ശബരിമലയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, ആചാരം സംരക്ഷിക്കുന്നവരാണ്, അവർക്ക് വേണമെങ്കിൽ സ്ത്രീകളെ കൊണ്ട് പ്രവേശിപ്പിക്കാൻ പറ്റുന്നു, അവർ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ഇതേ പ്രക്ഷോഭങ്ങൾ നയിച്ച ഒരു കെ പരാശരൻ എന്ന് പറയുന്ന വക്കീലിനെ വെച്ച്, സീനിയർ മോസ്റ്റ് വക്കീലിനെ വെച്ച് ഹിന്ദുക്കൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്ത അതേ NSSൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ മലക്കം മറിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സാർ സംഭവിക്കുന്നത്? ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്ക് അധികം കമൻറ്റുകളൊന്നും കണ്ടില്ല, നല്ലതാണ് എന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, റിയൽ വിശ്വാസികൾ, അയ്യപ്പ ഭക്തർ എന്ന് പറയുന്നവർ, അവർക്ക് കേന്ദ്രം ഏറ്റെടുത്താലെന്ത്, സംസ്ഥാനം ഏറ്റെടുത്താലെന്ത്? അവർ ഭക്തിപൂർവ്വം അയ്യപ്പനെ കാണാനും അയ്യപ്പനെ വണങ്ങാനും പോകുന്നവരാണ്. അവർക്ക് ഏത് ഗവൺമെൻറ് ഏറ്റെടുത്താലും ഞങ്ങൾക്ക് സുന്ദരമായി അവിടെ പോകണം, അയ്യപ്പനെ കാണണം, തൊഴണം, തിരിച്ചു പോകണം എന്ന് പറയുന്നവർ മാത്രമാണ്. അതാണ് അതിൻ്റെ ഭാഗം പറയാം. പിന്നെ ഇവിടെ അയ്യപ്പ സംഗമം നടത്തിയതിനെക്കുറിച്ച് 2 കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒന്ന്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഹിന്ദുക്കളുടെ വോട്ട് വീണ്ടും CPMന് ആ ബാങ്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് പറയുന്നു. രണ്ടാമത് ഞാൻ കേട്ട കാര്യം ജ്യോത്സ്യപ്രവചനമായിരുന്നു. കാരണം 2018 സ്ത്രീ പ്രവേശനത്തിൽ CPM എടുത്ത നിലപാട്, പ്രത്യേകിച്ച് പിണറായി വിജയൻ എടുത്ത നിലപാട് അയ്യപ്പന് കോപമുണ്ടാക്കിയെന്നും അതിന് അയ്യപ്പനെ എങ്ങനെയെങ്കിലും സാന്ത്വനപ്പെടുത്താൻ വേണ്ടി പാർട്ടി ശ്രമിക്കണം, നേതാവ് ശ്രമിക്കണം, അല്ലെങ്കിൽ ഇനിയൊരു ഭരണം ഉണ്ടാവില്ല എന്നൊരു ജ്യോത്സ്യപ്രവചനം കൊണ്ടാണ് എന്ന് പറയുന്നതും ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അത് പരദൂഷണമാണോ അറിയില്ല, അതുള്ളതാണെന്ന് അറിയില്ല. എന്തായാലും അയ്യപ്പ സംഗമം നടത്തി, അത് പമ്പയിൽ നടത്തി, വളരെ ആൾ കുറവായതിനൊരു കാരണം പറഞ്ഞു കേൾക്കുന്നത്, അതും പരദൂഷണമാണെന്നറിയില്ല. ഈ ജ്യോത്സ്യൻ പറഞ്ഞിരുന്നത് ഈ പാപം, അതായത് പിണറായി വിജയൻ്റെ പാപം ഈ വരുന്ന ജനങ്ങളിലേക്ക് ആഹാരം കൊടുത്ത് അതിലൂടെ ജനങ്ങളിലേക്ക് കയറ്റിവിടുക എന്നാണ് പറഞ്ഞത്. അത് കേട്ടിട്ട് വിശ്വാസികൾ വന്നില്ലെന്നാണ് പറയുന്നത്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാനും കരയാനും തോന്നും. കാരണം നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. അത് പോട്ടെ. എന്തായാലും പിണറായി വിജയൻ അവിടെ ആൾ കുറഞ്ഞതിൻ്റെ കലിപ്പ് ഭീകരമായിട്ടുണ്ട്. എന്നാൽ വേദിയിൽ ആളുണ്ടായിരുന്നു. അവിടെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഒരു വലിയ പ്രസംഗം നടത്തി. ഭക്തനായ, ഉള്ളിൽ ഭക്തി കാത്തു സൂക്ഷിക്കുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞാണ് വെള്ളാപ്പള്ളി. ഒരു സ്ത്രീ ഇദ്ദേഹം വിക്കി അതായത് പിണറായി വിജയൻ വിക്കി പ്രസംഗിച്ചതിന് ശേഷം അവരൊരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞപ്പോൾ അമ്മാതിരി കമൻ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആള് ഇവിടെ വെള്ളാപ്പള്ളി നടേശനോട് അങ്ങനെ എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ പരസ്യമായി കേരളത്തിലെ ജനങ്ങളോട് പറയണം, ഞാൻ വിശ്വാസിയാണ്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ്. ഇദ്ദേഹം വിശ്വാസിയാണോ അല്ലെങ്കിൽ ഉള്ളിൽ വിശ്വാസമുണ്ടോ എന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് മാപ്പ് പറയേണ്ടതുണ്ട്. മത്തായി ചാക്കോ എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പ്രമുഖൻ അന്ത്യകൂദാശ സ്വീകരിച്ചിട്ടാണ് മരണമടഞ്ഞതെന്ന് ഒരു ബിഷപ്പ് പറഞ്ഞപ്പോൾ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളാണ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയൻ അതിനൊക്കെ മറുപടി പറയേണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല.
അതിന് ബദലായിട്ട് അയ്യപ്പ സംരക്ഷണ സംഗമം പന്തളത്ത് നടത്തി. നല്ല ജനബാഹുല്യമുണ്ടായിരുന്നു, ജനപങ്കാളിത്തമുണ്ടായിരുന്നു. അവിടെ മറ്റൊരു വിവാദമുണ്ട് കേട്ടോ. ആ ഒരു ഋഷിവര്യൻ പ്രസംഗിച്ചത് വാവരെന്ന് പറയുന്നത് തെമ്മാടിയായിരുന്നു, അയ്യപ്പനെ ആക്രമിക്കാൻ വന്നതാണ്. വാവപുരു എന്ന് പറയുന്ന ഒരു ആയിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന. അതിൽ ഒരു കാര്യം ചോദിച്ചിട്ട് സാർ, അതിന്റെ പേര് തന്നെ ഒരു സംരക്ഷണ സമ്മേളനം എന്ന് വയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയ്യപ്പന് സംരക്ഷണമില്ലാതെ പോയി. 2018 CPM എന്ന് പറയുന്നവർ മുൻകൈ എടുത്ത് അവിടെ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ തന്നെ അയ്യപ്പന് സംരക്ഷണമില്ലാതെ പോയി. അതുകൊണ്ടാണ് അയ്യപ്പ സംരക്ഷണ സമിതി എന്ന് വെച്ചതെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം RSS ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ആദ്യം ജന്മഭൂമി എന്ന് പറയുന്ന പത്രത്തിൽ പോലും വന്നത് ഇനി സ്ത്രീകൾക്കും മല ചവിട്ടാം എന്ന് പറഞ്ഞ വാർത്തയായി. എന്ന് വെച്ചാൽ ആദ്യം അങ്ങനെ പ്രതികരിച്ചത് രാഷ്ട്രീയ പാർട്ടികളും ഈ സാമുദായിക സംഘടനകളും അങ്ങനെ പ്രതികരിച്ചതിന് പിന്നിലൊരു കാര്യമുണ്ട്. കാരണം ഇവിടെ സ്ത്രീ സമത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണല്ലോ. അതിനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ ഇവിടെ സ്ത്രീപക്ഷവാദം എന്ന് പറയുന്നത് ഇല്ലാതായി, അല്ല ഞങ്ങൾ അതിനെതിരാണെന്ന് പറയുന്നതുകൊണ്ടാണ് ആദ്യം ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ വിശ്വാസികളായ ജനങ്ങളാണ് നാമജപഘോഷയാത്രകൾ നടത്തുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെ രൂക്ഷമായി വന്നപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ മലക്കം മറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ CPM ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. എന്തായാലും PN വാസവൻ പോയി സുകുമാരൻ നായരോട് പറഞ്ഞു, ഞങ്ങൾ ഇനി ഒരിക്കൽ പോലും അവിടെ സ്ത്രീകളെ കയറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്നാണല്ലോ സുകുമാരൻ നായരോട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും ഞങ്ങൾ കാറ്റിൽ പറത്തി കളയുന്നു, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. അതിൻ്റെ പിന്നിലുള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ്. ഒരു തവണ കൂടി അധികാരത്തിലെത്തുക എന്ന് പറയുന്ന ഒരു കാര്യം. അതിനിടയ്ക്ക് നമ്മുടെ വെള്ളാപ്പള്ളി അവിടെ വെച്ച് പ്രസംഗം നടത്തി, ഇനിയും മുഖ്യമന്ത്രിയാകാൻ പിണറായി അല്ലാതെ മറ്റൊരാളില്ല, CPM അതിന് അല്ലെങ്കിൽ LDF അതിന് കഴിവുള്ള മറ്റാരുമില്ലെന്നും അയാൾ പ്രസംഗിച്ചിരുന്നു. അതിൻ്റെ കാര്യം DN വാസവനടക്കം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദം കാണുന്നവർ LDF-ലുണ്ടേ അല്ലെങ്കിൽ CPM-ലുണ്ട്. അവർക്കൊന്നും അതിന് കഴിവില്ല എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിച്ചതാണോ അതോ വെള്ളാപ്പള്ളിയുടെ ഉള്ളിൽ നിന്നും സ്വയം വന്നതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. എന്തായാലും ഇടയ്ക്കൊരു തമാശ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ സംരക്ഷണ സമിതി നടത്തിയ സമ്മേളനം, അതിൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെ NSS പങ്കെടുത്തില്ല. അപ്പോൾ NSS CPM-ന് അനുകൂല നിലപാടാണ് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഇവിടുത്തെ വിശ്വാസികളായ ആളുകളോട് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. അത് ഈഴവരായിക്കോട്ടെ, നായന്മാരായിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, നിങ്ങളുടെ മതമേലധ്യക്ഷന്മാരെന്ന് പറയുന്നവരോ നിങ്ങളുടെ സംഘടനാ നേതാക്കളോ പറഞ്ഞാൽ അവിടെ വോട്ട് ചെയ്യുന്നവരാണോ നിങ്ങൾ? അത്രയും ബാലിശമായി ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ ഉള്ളിലൊരു രാഷ്ട്രീയമില്ലേ, ഒരു രാഷ്ട്രീയ വിശ്വാസമില്ലേ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടില്ലേ? അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു നായരോ ഒരു ഈഴവനോ നേതാവ് പറഞ്ഞാൽ ഉടനെ വോട്ട് ചെയ്യുന്നവരാണോ? ഒരു തിരുമേനി പറയുകയാണ് നമ്മുടെ കുഞ്ഞാടുകളെല്ലാം ഇനി നമുക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യണം, പോടാവുക എന്ന് പറയണം. നീയൊക്കെ മതത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുക. വെള്ളാപ്പള്ളി നടേശൻ ഒരു മതമേലധ്യക്ഷനല്ല, ഒരു സംഘടനാ നേതാവ്, സാമുദായിക സംഘടനയാണ്. പക്ഷേ അതെ. അപ്പോൾ അവരെന്തിനാണെന്ന് ഈ വിശ്വാസവും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കലർത്തുന്നത് എന്തിനാണ്? ഇപ്പം നായന്മാർ NSS-ന്റെ പ്രസിഡന്റ് പറഞ്ഞാൽ നായന്മാർ മുഴുവൻ അയാളുടെ വാക്ക് കേൾക്കൂ? ഇല്ല. നിങ്ങളിനി CPM-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ നായന്മാരും CPM-നെ വോട്ട് ചെയ്യുള്ളൂ. അയാളുടെ കൂടെ നടക്കുന്ന ആ പെട്ടി പിടിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും പ്രയോജനമുള്ളവർ മാത്രം ചിലപ്പോൾ അംഗീകരിച്ചേക്കാം, അംഗീകരിച്ചു എന്ന് അഭിനയിച്ചേക്കാം. അവരുടെ ഉള്ളിലും യഥാർത്ഥ രാഷ്ട്രീയം ഉണ്ടാകും. അതുകൊണ്ട് കുത്തുമ്പോൾ അത് അവർ മാത്രമല്ലേ അറിയുള്ളൂ കുത്തുന്ന ആർക്കാണെന്ന്. അതെ, ആർക്ക് വോട്ട് ചെയ്യുന്നുവെന്ന് അവനവനല്ലേ അറിയും. അതുകൊണ്ട് തന്നെ ഈ സംഘടനാ നേതാക്കളോ മത നേതാക്കളോ ഇങ്ങനെ പറയുമ്പോൾ അവരെയൊക്കെ ഓടിച്ചു വിടുക, പാടെ അവഗണിക്കുക. അതിനിപ്പോൾ നമ്മൾ ഈ ജനങ്ങളുടെ മുന്നേറ്റം എന്ന് പറയുന്നത് പോലെ ജനങ്ങളൊന്നും ഇറങ്ങണം. നീ നിന്റെ പണി നോക്കിയാൽ മതി, നിന്റെ സംഘടനയായിട്ട് അവിടെ ഇരിക്കുക. ഇവിടെ രാഷ്ട്രീയം എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. വിശ്വാസവും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് അവിടെ നേട്ടം കൊയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിന്നെയൊന്നും അതിന് അനുവദിക്കില്ല എന്ന് ഇവിടുത്തെ സംഘടനാ നേതാക്കളോട് പറയാൻ ധൈര്യമുള്ള വിശ്വാസികളും രാഷ്ട്രീയ വിശ്വാസമുള്ളവരും
ഒന്നു ചേരണമെന്നാണ് എനിക്ക് പറയാറുള്ളത്.